മെയ് 7 ഇന്ത്യയിൽ മോക്ക് ഡ്രിൽ വെച്ചത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ ഇപ്പോഴുള്ള ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പോലുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എമർജൻസി ആയിട്ടുള്ള അലേർട്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന് പറഞ്ഞുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ മെഡിക്കൽ ഇൻഫോ കാണാൻ പറ്റും. അവിടെ നമ്മുടെ നെയിം, ബ്ലഡ് ഗ്രൂപ്പ്, ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളത് സേവ് ചെയ്യുക. സോ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഒരാൾക്ക് നമ്മുടെ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ലോക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അടുത്ത എമർജൻസി കോൺടാക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അത് മാത്രം ആഡ് ചെയ്യുക. പിന്നെ എമർജൻസി SOS ഉണ്ട്, അത് നിങ്ങൾ ഇവിടെ എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പവർ ബട്ടൺ 3 പ്രാവശ്യം അടുപ്പിച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി നമ്പറിലേക്ക് കോൾ പോകും. ഇനി അടുത്ത എമർജൻസി ഷെയറിംഗ് ഉണ്ട്. അതിൽ നമ്മുടെ ഫോട്ടോസും നമ്മുടെ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് എമർജൻസി കോൺടാക്ട്സിലേക്ക് ഷെയർ ചെയ്യും. ഇനി അടുത്ത് എമർജൻസി ലൊക്കേഷൻ സർവീസ് ആണ്. അത് നിങ്ങൾ ഇവിടെ ഇതേപോലെ എനേബിൾ ചെയ്തിടുക. ഇനി അടുത്തത് എമർജൻസി വയർലെസ് അലേർട്സ് ആണ്. ഇവിടെ നമ്മൾ എലോ അലേർട്ട് എനേബിൾ ചെയ്യുക. പിന്നെ ആംബർ അലേർട്സ്, ടെസ്റ്റ് അലേർട്ട്, വൈബ്രേഷൻ ഇതൊക്കെ എനേബിൾ ചെയ്ത് വെക്കണം. ഇത് ചെയ്താൽ മാത്രമേ എമർജൻസി സിറ്റുവേഷൻസിലുള്ള അലേർട്സ് ഒക്കെ നമ്മുടെ ഫോണിലേക്ക് കാണിക്കുള്ളൂ. ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ എർത്ത് അലേർട്സും ഉണ്ട്, അൺനോൺ ട്രാക്കർ അലേർട്സും ഉണ്ട്. അത് രണ്ടിൻ്റെ ഷോർട്സ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ ഈ ചാനൽ ഫോളോ ചെയ്യുക.